ഹലോ ഫ്രണ്ട്സ്, വെൽക്കം ടു മൈ ചാനൽ സ്കൂൾ ലെസൺസ്. നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ പറയുന്നത് LSS എക്സാമിന് നിങ്ങൾക്ക് ഇംഗ്ലീഷ് സബ്ജക്റ്റിൽ ചോദിക്കുന്ന ചോദ്യങ്ങളായിട്ടാണ്. നിങ്ങൾക്ക് റീ അറേഞ്ച് ദി സെൻറ്റൻസസ് എന്ന് തരും അല്ലേ. കുറച്ച് സെൻറ്റൻസസ് മിക്സപ്പ് ആക്കിയിട്ട് വേർഡ്സ് മിക്സപ്പ് ആക്കിയിട്ട് കറക്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് തരും. സോ അങ്ങനത്തെ 10 ചോദ്യങ്ങളാണ് നമ്മൾ ഈ ഒരു വീഡിയോയിലൂടെ ഡിസ്കസ് ആക്കുന്നത്. ഓക്കെ, ആദ്യം നമുക്ക് ഒരു സെൻറ്റൻസ് എങ്ങനെ എഴുതാം, ഒരു സെൻറ്റൻസിൻ്റെ ബേസിക് ഫോർമാറ്റ് ഉണ്ടാവുമല്ലോ, അതെന്താണെന്ന് പഠിക്കാം. ഒരു സെൻറ്റൻസ് നമ്മൾ എഴുതേണ്ടത് ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ്, പിന്നെ ഒബ്ജക്റ്റ്. ഈ ഒരു ഫോർമാറ്റിലായിരിക്കണം നമ്മൾ സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ടത്. ഇനി ഇവിടെ എന്താണ് സബ്ജക്റ്റ്, എന്താണ് വെർബ്, എന്താണ് ഒബ്ജക്റ്റ് എന്ന് നോക്കാം. ഒരു സെൻറ്റൻസ് എന്ന് പറയുമ്പോൾ അതിലൊരു പ്രവൃത്തി ഉണ്ടാവും, എന്തെങ്കിലും ഒരു കാര്യം ചെയ്യുന്നതായിരിക്കും പറയുന്നത്. അതായത് ഷീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ്, ഇതൊരു സെൻറ്റൻസ് ആണല്ലേ. ഇവിടെ ഒരാൾ ഒരു കാര്യം ചെയ്യുന്നുണ്ട്, ക്രിക്കറ്റ് കളിക്കുന്നുണ്ട് അല്ലേ. സോ ഈ ഒരു സെൻറ്റൻസിൽ ഇവിടെ ആരാണ് കളിക്കുന്നത്? ഷീ ഈസ് പ്ലേയിങ് ക്രിക്കറ്റ് എന്ന് പറയുമ്പോൾ നമുക്ക് മനസ്സിലായി ഇവിടെ ഷീ, അവളാണ് ക്രിക്കറ്റ് കളിക്കുന്നത്. സോ ഇവിടെ ഈ ഒരു സെൻറ്റൻസിൽ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഷീ ആണ്. അങ്ങനെയെങ്കിൽ ഇവിടെ നമുക്ക് കുറച്ച് സെൻറ്റൻസുകൾ പരിചയപ്പെടാം, അതിൽ സബ്ജക്റ്റ് ആരെന്ന് കണ്ടെത്താം. ഇത് നിങ്ങൾക്ക് സബ്ജക്റ്റ്, ഒരു സെൻറ്റൻസിലെ സബ്ജക്റ്റ് എന്താണെന്ന് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ടാണ്. ആദ്യത്തേത് ഷീ ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ, അവൾ ഒരു ആപ്പിൾ കഴിക്കുകയാണ്. ഇവിടെ ആരാണ് കഴിക്കുന്നത്, അതായിരിക്കും സബ്ജക്റ്റ്. ഇവിടെ നിങ്ങൾ ആരാണ് കഴിക്കുന്നത്, ഷീ ഈസ് ഈറ്റിംഗ് എന്ന് പറയുമ്പോൾ ഷീ ആണ്, അവളാണ് കഴിക്കുന്നത്. അതുകൊണ്ട് തന്നെ ഇവിടെ സബ്ജക്റ്റ് ഷീ ആയിരിക്കും. അടുത്തത് ഒരു സെൻറ്റൻസ് ആണ്, ദ ബോയ് പ്ലേസ് ഫുട്ബോൾ. ഇവിടെ ആരാണ് ഫുട്ബോൾ കളിക്കുന്നത്, ദ ബോയ് ആണ് അല്ലേ. സോ ഇവിടെ സബ്ജക്റ്റ് എന്ന് പറയുന്നത് ദ ബോയ് ആണ്. ഇനി അടുത്തത് മൈ മദർ ഈസ് കുക്കിംഗ് ഫുഡ്, എൻ്റെ അമ്മ പാചകം ചെയ്യുകയാണ്, ഭക്ഷണം പാചകം ചെയ്യുകയാണ്. ആരാണ് ഇവിടെ ഭക്ഷണം പാചകം ചെയ്യുന്നത്, മൈ മദർ. സോ ഇവിടെ മൈ മദർ ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി അടുത്തത് ദ ഡോഗ് ബാർക്ക്ഡ് ലൗഡ്ലി, നായ ഉറക്കിനെ കുരച്ചു എന്നാണ്. ആരാണ് ഇവിടെ കുരയ്ക്കുന്നത്, ആരാണ് ബാർക്ക് ചെയ്യുന്നത്, അതാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരിക, ദ ഡോഗ് ആണ് അല്ലേ. സോ സബ്ജക്റ്റ് നിങ്ങൾ ആദ്യം എഴുതേണ്ടത് സബ്ജക്റ്റ് ആണ്, ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദ ഡോഗ് ആണ്. ഇനി അടുത്തത് ബേർഡ്സ് ആർ ഫ്ലൈയിങ് ഇൻ ദി സ്കൈ, ആരാണ് ആകാശത്ത് കൂടെ പറക്കുന്നത്, ബേർഡ്സ് ആണല്ലോ. സോ ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ബേർഡ്സ് ആണ്. ഇപ്പോൾ നിങ്ങൾക്ക് സബ്ജക്റ്റ് എന്താണെന്ന് നല്ലോണം കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതുമ്പോൾ ആദ്യം എഴുതേണ്ടത് സബ്ജക്റ്റ് ആണ്. ഓക്കെ, അത് ചിലപ്പോൾ ഒരു പ്ലേസ് ആവാം, ഒരു വ്യക്തിയാവാം, ഒരാളുടെ പേരാവാം, എന്തെങ്കിലും സാധനങ്ങളാവാം. ഓക്കെ, മനസ്സിലായല്ലോ. ഓക്കെ, ഇനി ഒരു സെൻറ്റൻസ് നിങ്ങൾ എഴുതുമ്പോൾ രണ്ടാമതായിട്ട് നിങ്ങൾ എഴുതേണ്ടതാണ് വെർബ്. വെർബ് എന്ന് പറയുന്നത് പ്രവൃത്തികളാണ്. ഓക്കെ, നിങ്ങൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഈ ഒരു സബ്ജക്റ്റ് എന്ന് പറയുന്ന ആൾ ചെയ്യുന്ന കാര്യങ്ങളാണ്. ഇവിടെ എക്സാമ്പിളായിട്ട് പറയുകയാണെങ്കിൽ ഈറ്റ് കഴിക്കുക, റൺ ഓടുക, പ്ലേ കളിക്കുക, റീഡ് വായിക്കുക, റൈറ്റ് എഴുതുക, ഇതൊക്കെ വെർബിന് എക്സാമ്പിളാണ്. ഇതൊക്കെ ഓരോ പ്രവൃത്തികളാണ്. താഴെ എക്സാമ്പിളായിട്ട് നമുക്ക് 2 സെൻറ്റൻസസ് നോക്കാം. ഷീ ഈറ്റ്സ് റൈസ് അല്ലേ. ഷീ എന്ന് പറയുന്നതാണ് സബ്ജക്റ്റ്. അവൾ എന്താണ് ചെയ്യുന്നത്, ഈറ്റ്സ്, കഴിക്കുകയാണ് ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ ഈറ്റ് ആണ് ഇവിടെ വെർബായിട്ട് വരുന്നത്. അടുത്തത് ദ ബോയ് റൺസ് ഫാസ്റ്റ്, ഇവിടെ ദ ബോയ് ആണ് അല്ലേ, ബോയ് ആണ് ഓടുന്നത്. അതുകൊണ്ട് തന്നെ ദ ബോയ് ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ദ ബോയ് എന്താണ് ചെയ്യുന്നത്, ഓടുകയല്ലേ. സോ റൺ എന്നുള്ളതാണ് വെർബായിട്ട് വരിക. ഒരു സെൻറ്റൻസ് എഴുതുമ്പോൾ നിങ്ങൾ സബ്ജക്റ്റ് കഴിഞ്ഞതിന് ശേഷം എഴുതേണ്ടത് വെർബാണ്. മനസ്സിലായല്ലോ. ഇനി മൂന്നാമത് നിങ്ങൾ എഴുതേണ്ടതാണ് ഒബ്ജക്റ്റ്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ സബ്ജക്റ്റ് ചെയ്യുന്ന പ്രവൃത്തി ഏതിന്മേലാണോ ഏൽക്കുന്നത് അതാണ് ഒബ്ജക്റ്റ് എന്ന് പറയുന്നത്. എക്സാമ്പിൾ പറയുമ്പോൾ നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവും. ഷീ ഈസ് ഈറ്റിംഗ് ആൻ ആപ്പിൾ, ഷീ എന്നുള്ളതാണ് ഇവിടെ സബ്ജക്റ്റ്. അവൾ എന്താണ് ചെയ്യുന്നത്, ഈറ്റിംഗ്, കഴിക്കുകയാണ്. എന്താണ് കഴിക്കുന്നത്, ആൻ ആപ്പിൾ, ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ആൻ ആപ്പിൾ ആണ്. ഓക്കെ, രണ്ടാമത്തെ സെൻറ്റൻസ് നോക്കാം. ദ ബോയ് കിക്ക്ഡ് ദ ബോൾ, ഇവിടെ ദ ബോയ് ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. എന്താണ് കിക്ക് ചെയ്തു, എന്താണ് കിക്ക് ചെയ്തത്, ബോൾ, അതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. അടുത്തത് മദർ കുക്ക്ഡ് ഫുഡ്, മദർ സബ്ജക്റ്റ് ആണ്, പാചകം ചെയ്യുന്നു, അത് ഒരു വെർബാണ്. എന്താണ് പാചകം ചെയ്യുന്നത്, ഫുഡ്, അതാണ് ഇവിടെ ഒബ്ജക്റ്റ്. ഇനി നാലാമത്തെ സെൻറ്റൻസ് നോക്കാം. ദ ടീച്ചർ സ്കോൾഡഡ് ദ സ്റ്റുഡൻറ്റ്,
ടീച്ചറാണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. സ്കോൾഡഡ്, ചീത്ത പറഞ്ഞു. ആരെ? ദ സ്റ്റുഡൻറ്റ്. ദ സ്റ്റുഡൻ്റ് ആണ് ഇവിടെ ഒബ്ജക്റ്റ്. ഐ റീഡ് എ ബുക്ക്, ഞാൻ എന്നുള്ളതാണ് ഐ ആണ് ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. വായിക്കുക, റീഡ് എന്നുള്ളതാണ് വെർബായിട്ട് വരുന്നത്. എന്താണ് വായിക്കുന്നത്? ബുക്ക്. സോ അതാണ് ഒബ്ജക്റ്റ്. ഇപ്പോൾ നിങ്ങൾക്കൊരു സെൻറ്റൻസിൽ ഉണ്ടാവുന്ന സബ്ജക്റ്റ് എന്താണ്, വെർബ് എന്താണ്, ഒബ്ജക്റ്റ് എന്താണെന്ന് മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ ക്വസ്റ്റ്യൻസിലേക്ക് കടക്കാം. ഇനി നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു ക്വസ്റ്റ്യൻസിന് ആൻസർ ചെയ്യാൻ പറ്റും. ഒന്നാമത്തെ ചോദ്യം, ദിൽന ഹെർ മദേഴ്സ് സൈഡ് ടു റഷ്യൻ എന്നാണ്. ഇത് നിങ്ങൾക്ക് തെറ്റിച്ചിട്ടാണ് തന്നിട്ടുള്ളത്. ഇവിടെ നിങ്ങൾക്കൊരു അർത്ഥം കിട്ടിയില്ല. നമ്മൾ ഇത് ഒരു മീനിങ് ഫുൾ സെൻറ്റൻസ്, ഒരു അർത്ഥമുള്ള കൃത്യമായിട്ടുള്ള ഒരു സെൻറ്റൻസിലേക്കാണ് നമ്മൾ മാറ്റി എഴുതേണ്ടത്. നമുക്കിവിടെ ഓരോ വേർഡ്സ് നോക്കാം. ദിൽന, ദിൽന എന്ന് പറയുന്നത് ഒരാളുടെ പേരാണ്. സോ ഇത് മേ ബി എന്താവാം, ഒരു സബ്ജക്റ്റ് ആവാം അല്ലേ. ഒരാളുടെ പേര് നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് എഴുതാവുന്നതാണ്. അടുത്തത് വാക്കാണ് ഹെർ. ഹെർ എന്ന് പറഞ്ഞാൽ അവളുടെ. ഇനി മദേഴ്സ് എന്ന് പറഞ്ഞാൽ അമ്മയുടെ. സൈഡ് അരികിൽ. ടു എന്ന് പറഞ്ഞാൽ ലേക്ക് എന്നുള്ളൊരു അർത്ഥമാണ്. റഷ്ഡ്, റഷ്ഡ് എന്ന് പറഞ്ഞാൽ വേഗത്തിൽ ഓടുന്നതിനാണ്, വേഗത്തിൽ പോകുന്നതിനാണ് റഷ്ഡ് എന്ന് പറയുന്നത്. സോ ഇവിടെ നിങ്ങൾക്ക് ഇത്രയും വാക്കുകൾ വായിച്ചതിൽ ഏതായിരിക്കും സബ്ജക്റ്റ്? സബ്ജക്റ്റ് ദിൽന എന്നാണ്. ദിൽന എന്താണ് ചെയ്യുന്നത് ഇവിടെ? ദിൽന ഇവിടെ പ്രവൃത്തി, ഒരു ആക്ഷൻ എന്ന് പറയുന്നത് വേഗത്തിൽ ഓടുക, റഷ്ഡ് എന്നാണല്ലോ. അപ്പോൾ നമുക്ക് ദിൽന റഷ്ഡ് എന്ന് എഴുതാം. ദിൽന വേഗത്തിൽ ഓടിപ്പോയി. ഇനി എങ്ങോട്ടാണ് ഓടിപ്പോകുന്നത്? ടു ഹെർ മദേഴ്സ് സൈഡ്, അവളുടെ അമ്മയുടെ അരികിലേക്ക്. നമുക്കിവിടെ ഉത്തരം കിട്ടിയല്ലോ. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദിൽനയാണ്. വെർബ്, അവൾ ചെയ്യുന്ന കാര്യം, പ്രവൃത്തി ആയിട്ട് വരുന്നത് റഷ്ഡ്, വേഗത്തിൽ ഓടുക എന്നുള്ളതാണ്. ഇനി ഒബ്ജക്റ്റ് ആയിട്ട് നമ്മൾ എഴുതേണ്ടത് അവൾ എങ്ങോട്ടാണ് വേഗത്തിൽ ഓടിയത്? ടു ഹെർ മദേഴ്സ് സൈഡ്, അവളുടെ അമ്മയുടെ അരികിലേക്ക്. ഈ ഒന്നാമത്തെ ചോദ്യം നിങ്ങൾക്ക് കൃത്യമായിട്ട് മനസ്സിലായല്ലോ. ഇനി നമുക്ക് രണ്ടാമത്തെ ചോദ്യം നോക്കാം. ഇവിടെ സ്കെയർഡ്, പേടിക്കുക തന്നിട്ടുണ്ട്. ഷീ ഫെൽറ്റ് ബട്ട് കാം സ്റ്റേ ടു ഹാർഡ് ഷീ ന്യൂ ഷീ. കുറേ ഷീ ഒക്കെ ഉണ്ട് അല്ലേ. സോ നിങ്ങൾക്കിവിടെ നമ്മൾ കുറച്ചൊന്ന് ഇത് ചിന്തിക്കേണ്ടി വരും എന്താണ് കറക്റ്റ് എന്ന്. ഇവിടെ സ്കെയർഡ് ആയിരിക്കും വെർബായിട്ട് വരുന്നത്. സോ നമുക്ക് ഈ വാക്കുകളൊക്കെ വായിക്കുമ്പോൾ നമുക്ക് കിട്ടുന്ന അർത്ഥം, അവൾക്ക് പേടി തോന്നി. ഷീ ഫെൽറ്റ് സ്കെയർഡ് ബട്ട്, പക്ഷേ ഷീ ന്യൂ ടു സ്റ്റേ കാം എന്നെഴുതാം അല്ലേ. അവൾക്ക് പേടി തോന്നി, പക്ഷെ അവൾക്ക് ശാന്തമായിട്ട് ഇരിക്കാൻ അറിയാം. ഇവിടെ രണ്ട് പാർട്ട് ഉണ്ട്. ആദ്യം ഷീ ഫെൽറ്റ് സ്കെയർഡ് എന്നുള്ളത് ഒരു സെൻറ്റൻസ് ആണ്. ബട്ട്, പക്ഷേ എന്ന് പറയുന്നത് പിന്നെ വീണ്ടും ഒരു സെൻറ്റൻസ് കൂടിയാണ് വരുന്നത്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി മൂന്നാമത്തെ ചോദ്യം നോക്കാം. ഷീ വാട്ട് ന്യൂ ടു ഹാഡ് ഡു ഷീ എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ഷീ ആണ്. ഷീ ന്യൂ, അവൾക്കറിയാം. വാട്ട് ഷീ ഹാഡ് ടു ഡു, അവൾ എന്താണ് അവൾ ചെയ്യേണ്ടതെന്ന്. ഇവിടെ സബ്ജക്റ്റ് ഷീ, അവൾ എന്നാണ്. വെർബ് അറിയാം, ന്യൂ എന്നുള്ളതാണ്. ഒബ്ജക്റ്റ് വാട്ട് ഷീ ഹാഡ് ടു ഡു, എന്താണ് അവൾക്ക് അറിയുന്നത്, എന്താണ് അവൾ ചെയ്യേണ്ടതെന്ന്. മനസ്സിലായല്ലോ. ഇത് സിമ്പിൾ ആണ് അല്ലേ. നാലാമത്തെ ചോദ്യം, മം ലൈങ് ഈസ് സ്റ്റിൽ മൈ ഫ്ലോർ ഓൺ ദ എന്നാണ് നമുക്ക് തന്നിട്ടുള്ളത്. ഇവിടെ എന്താണ് ഒരു വെർബ് എന്താണെന്ന് നിങ്ങൾക്ക് മനസ്സിലായോ? ഇവിടെ ഈ ഒരു തന്നിട്ടുള്ളതിൽ ഒരു പ്രവൃത്തിയാണ് അല്ലേ. എന്താണ് ചെയ്യുന്നത്? ലൈയിങ്, കിടക്കുകയാണ്. കിടക്കുക എന്നുള്ളത് ഒരു വെർബാണ്. ഇനി ഇവിടെ ആരാണ് കിടക്കുന്നത്? മൈ മം എന്ന് എഴുതാം. സബ്ജക്റ്റ് ആയിട്ട് വരിക മൈ മം, എൻ്റെ അമ്മ. മൈ മം ഈസ് ലൈയിങ് എന്ന് എഴുതാം അല്ലേ. മൈ മം ഈസ് സ്റ്റിൽ ലൈയിങ്, എവിടെയാണ് കിടക്കുന്നത്? ഓൺ ദ ഫ്ലോർ, നിലത്ത്. നമ്മുടെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. മൈ മം ഈസ് സ്റ്റിൽ ലൈയിങ്. സ്റ്റിൽ ലൈയിങ് എന്ന് പറഞ്ഞാൽ ഇപ്പോഴും കിടക്കുകയാണ്. ഓൺ ദ ഫ്ലോർ, തറയിൽ, നിലത്ത് എന്നൊക്കെയാണ്. അടുത്തത് അഞ്ചാമത്തത്, ദിൽന ഹിയർഡ് സൈറൺ ദ ഫയർ എൻജിൻ അപ്രോച്ചിങ് ഓഫ് ദ. ഇവിടെ എന്താണ് സംഭവിക്കുന്നത്? ഇവിടെ നമുക്കൊരു വെർബായിട്ട് എഴുതാൻ പറ്റുന്നത് കേട്ടു എന്നതാണ്. ഹിയർഡ്, കേട്ടു. ആരാണ് ഇവിടെ കേട്ടത്? ദിൽന. സോ നമുക്ക് സബ്ജക്റ്റ് ആയിട്ട് ദിൽന എഴുതാം. ദിൽന ഹിയർഡ്, ദിൽന കേട്ടു. എന്താണ് കേട്ടത്? ദ സൈറൺ ഓഫ് ദി
അപ്രോച്ചിങ് ഫയർ എൻജിൻ എന്ന് പറയാം. സമീപത്തേക്ക് അടുത്തേക്ക് വരുന്ന ഫയർ എൻജിൻ്റെ സൈറൻ അവൾ കേട്ടു. സോ നമ്മുടെ ഉത്തരമായിട്ട് വരുന്നത് ദിൽന ഹിയർഡ് ദി സൈറൺ ഓഫ് ദി അപ്രോച്ചിങ് ഫയർ എൻജിൻ എന്നാണ്. ദിൽനയാണ് സബ്ജക്റ്റ്, ഹിയർഡ് കേട്ടു എന്നുള്ളതാണ് വെർബായിട്ട് വരിക. എന്താണ് കേട്ടത്? ദ സൈറൺ ഓഫ് ദി അപ്രോച്ചിങ് ഫയർ എൻജിൻ, അവളുടെ സമീപത്തേക്ക് വരുന്ന ഫയർ എൻജിൻ്റെ സൈറൺ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി അടുത്തത് നമുക്ക് 6ാമത്തെ ചോദ്യം നോക്കാം. മിറർ ഇൻ സോ കിച്ചു ഹിസ് റിഫ്ലക്ഷൻ ഓൺ ദ. ഇവിടെ നമുക്ക് വെർബായിട്ട് എഴുതാൻ പറ്റുന്നത് കണ്ടു എന്നാണ് അല്ലേ. സോ കണ്ടു, അതൊരു വെർബാണ്, ഒരു പ്രവൃത്തിയാണ് കാണുക എന്നുള്ളത്. ആരാണ് ഇവിടെ കണ്ടത്? കിച്ചു. കിച്ചു സോ എന്ന് എഴുതാം. കിച്ചു സബ്ജക്റ്റായി, വെർബ് സോ എന്നായി. ഇനി എന്താണ് കണ്ടത്? അവൻ്റെ തന്നെ റിഫ്ലക്ഷൻ എന്ന് പറയാം. ഹിസ് ഓൺ റിഫ്ലക്ഷൻ ആണ് അവൻ കണ്ടത്. എവിടെയാണ് കണ്ടത്? ഇൻ ദ മിറർ. ഓക്കെ, നമ്മുടെ ആൻസർ ഇങ്ങനെയാണ് വരുന്നത്. കിച്ചു സോ ഹിസ് ഓൺ റിഫ്ലക്ഷൻ ഇൻ ദ മിറർ. കിച്ചു ആണ് ഇവിടെ സബ്ജക്റ്റ്, സോ കണ്ടു എന്നുള്ളതാണ് വെർബായിട്ട് വരുന്നത്. ഇനി എന്താണ് കണ്ടത്? ഹിസ് ഓൺ റിഫ്ലക്ഷൻ ഇൻ ദ മിറർ, കണ്ണാടിയിൽ. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് അടുത്തത് 7ാമത്തെ ചോദ്യം നോക്കാം. വോൾഫ്, കുങ്കൺ, എനിമൽസ് ഇൻ ദ മാർക്കറ്റ് സ്കെയേർഡ് ഓൾ ദ എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ സ്കെയേർഡ് പേടിച്ചു എന്നുള്ളതാണ് വെർബായിട്ട് വരിക. എന്താണ് ഇതിൻ്റെ ആൻസർ വരുന്നത്? ദ കുങ്കൺ വോൾഫ് സ്കെയേർഡ്. കുങ്കൺ വോൾഫ് പേടിപ്പിച്ചു. ഓൾ എനിമൽസ് ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിലുള്ള എല്ലാ എനിമൽസിനെയും. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കുങ്കൺ വോൾഫാണ്. സ്കെയേർഡ് പേടിപ്പിച്ചു എന്നുള്ളതാണ് വെർബായിട്ട് വരെ. ആരെയാണ് പേടിപ്പിച്ചത്? ഓൾ ദി എനിമൽസ് ഇൻ ദ മാർക്കറ്റ്, മാർക്കറ്റിലെ എല്ലാ എനിമൽസിനെയും. ഓക്കെ, നമുക്കിനി 8ാമത്തെ ചോദ്യം നോക്കാം. കിച്ചു മിറർ ഹെൽഡ് അപ്പ് ടു വോൾഫ്സ് ദ ഫേസ്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കിച്ചു ആണ്. കിച്ചു എന്താണ് ചെയ്തത്? ഹെൽഡ് പിടിച്ചു. എന്താണ്? ദ മിറർ കണ്ണാടിയാണ് പിടിച്ചത്. എവിടേക്ക്? അപ് ടു വോൾഫ്സ് ഫേസ്, വോൾഫിൻ്റെ മുഖത്തേക്ക്. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് കിച്ചു ആണ്. പിന്നെ വെർബ് പിടിക്കുക എന്നുള്ളതാണ്, ഹെൽഡ് അപ്പ് എന്നുള്ളതാണ് വെർബ്, പ്രവൃത്തി, കിച്ചു ചെയ്തൊരു കാര്യം. ഇനി എന്താണ് പിടിച്ചത്? ദ മിറർ കണ്ണാടിയാണ് പിടിച്ചത്. എങ്ങോട്ട്? ടു ദ വോൾഫ്സ് ഫേസ്, ചെന്നായയുടെ മുഖത്തേക്ക്. അടുത്ത സെൻറ്റൻസ് നോക്കാം. കിച്ചു ബിക്കം ഹീറോ എ ഓൾ എനിമൽസ് വെർ ഹാപ്പി ആൻഡ്. ഇവിടെ എന്താണ്? കിച്ചു ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. കിച്ചു ബിക്കം എ ഹീറോ ആൻഡ് ഓൾ എനിമൽസ് വെർ ഹാപ്പി എന്നാണ് വരുന്നത്. ഇവിടെ ഈ ഒരു സെൻറ്റൻസിൻ്റെ ഉള്ളിൽ 2 സെൻറ്റൻസ് ഉണ്ട്, 2 പാർട്ട് ഉണ്ട് ഈ ഒരു സെൻറ്റൻസിന്. അതായത് ആദ്യത്തെ പാർട്ട് എന്ന് പറയുന്നത് കിച്ചു ബിക്കം എ ഹീറോ, അതൊരു സെൻറ്റൻസ് ആണ്. കിച്ചു എന്നുള്ളത് സബ്ജക്റ്റ്, ബിക്കം എന്ന് പറഞ്ഞാൽ ആയി, അതൊരു വെർബാണ്. എന്താണ് ആയത്? എ ഹീറോ, അത് ഒബ്ജക്റ്റ്. രണ്ടാമത്തെ പാർട്ടാണ് ആൻഡ് ഓൾ ദി എനിമൽസ്, അതൊരു സബ്ജക്റ്റ് ആണ്. എല്ലാ എനിമൽസും വെർ ഹാപ്പി, സന്തോഷത്തിലായി എന്നുള്ളത് രണ്ടാമത്തെ പാർട്ടാണ്. ഓക്കെ, മനസ്സിലായല്ലോ. ഇനി നമുക്ക് നമ്മുടെ 10ാമത്തെ ചോദ്യം നോക്കാം. മിറർ കെപ്റ്റ് ഇൻ ഷോപ്പ് കോർണർ എ ദ ഓഫ് കിച്ചു ദ എന്നാണ് തന്നിട്ടുള്ളത്. ഇവിടെ കിച്ചു ആണ് സബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. കെപ്റ്റ് വെച്ചു എന്നുള്ളതാണ് വെർബായിട്ട് വരുന്നത്. കിച്ചു വെച്ചു. എന്താണ് വെച്ചത്? ദ മിറർ എന്ന് പറയാം അല്ലേ, കണ്ണാടി വെച്ചു. ഇനി എവിടെയാണ് വെച്ചത്? ഇൻ ദി കോർണർ ഓഫ് ദി ഷോപ്പ് എന്ന് പറയാം. ഒരു ഷോപ്പിൻ്റെ ഒരു മൂലയിൽ, ഒരു കോർണറിൽ. നമ്മുടെ ആൻസർ ഇതാണ്. കിച്ചു കെപ്റ്റ് ദ മിറർ ഇൻ ദ കോർണർ ഓഫ് ദി ഷോപ്പ്. കിച്ചു ആണ് സബ്ജക്റ്റ്, കെപ്റ്റ് വെച്ചു എന്നുള്ളതാണ് വെർബായിട്ട് വരുന്നത്. ഒബ്ജക്റ്റ് എന്താണ് വെച്ചത്? മിറർ കണ്ണാടിയാണ്. എവിടെയാണ് വെച്ചത്? ഇൻ എ കോർണർ ഓഫ് ദി ഷോപ്പ്. ഓക്കെ, ഇപ്പോൾ നിങ്ങൾക്ക് എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് റീഅറേഞ്ച് ചെയ്ത് എഴുതേണ്ടതെന്ന് ഒരു ഐഡിയ കിട്ടിയല്ലോ. നിങ്ങൾക്ക് കൂടുതൽ മനസ്സിലാവാൻ വേണ്ടിയിട്ട് ഒന്നുകൂടി റിപ്പീറ്റ് ആയിട്ട് പറയാണ്. എങ്ങനെയാണ് ഒരു സെൻറ്റൻസ് മേക്ക് ചെയ്യേണ്ടത് നമ്മൾ പഠിച്ചു കഴിഞ്ഞു. ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ് എഴുതണം, പിന്നെയാണ് ഒബ്ജക്റ്റ് എഴുതേണ്ടത്. സബ്ജക്റ്റ് എന്ന് പറയുന്നത് ഒരാളുടെ പേരാകാം, അല്ലെങ്കിൽ ഒരാൾ ഷീ, ബോയ്, ഗേൾ അങ്ങനെയൊക്കെ ആവാം. ആരാണോ നമ്മുടെ സെൻറ്റൻസിലെ ഒരു കാര്യം ചെയ്യുന്നത് അതാണ് സബ്ജക്റ്റ് എന്ന് പറയുന്നത്. ഓക്കെ, വെർബ് എന്ന് പറയുന്നത്
നമ്മൾ ചെയ്യുന്ന കാര്യങ്ങളാണ്, പ്രവർത്തനങ്ങളാണ്. അതായത് ഓടുക, കാണുക, രക്ഷിക്കുക എന്നുള്ളതൊക്കെയാണ് വെർബിൽ വരുന്നത്. ഒബ്ജക്റ്റ് എന്ന് പറയുന്നത് ഈ ഒരു പ്രവൃത്തി ആരിന്മേലാണോ ഫലിക്കുന്നത്, അതായത് കാണുകയാണെങ്കിൽ എന്താണ് കണ്ടത്, ഓടുകയാണെങ്കിൽ എങ്ങോട്ടാണ് ഓടിയത്, അതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ദിൽന റൺസ് ടു ഹെർ മം. ദിൽന ഓടി എങ്ങോട്ട്, അവിടെ അമ്മയുടെ അരികിലേക്ക്. ദിൽന എന്നുള്ളതാണ് സബ്ജക്റ്റ്, റൺസ് ഓടി എന്നുള്ളതാണ് വെർബ്, ടു ഹെർ മം അമ്മയുടെ അരികിലേക്ക് എന്നുള്ളതാണ് ഒബ്ജക്റ്റ്. രണ്ടാമത്തെ സെന്റൻസ് ദ ബോയ് സീസ് എ വോൾഫ്. ബോയ് ഒരു വോൾഫിനെ, ഒരു ചെന്നായെ കണ്ടു. അതിൽ ദ ബോയ് എന്നുള്ളതാണ് സബ്ജക്റ്റ്, സീസ് എന്ന് പറയുന്നത് കാണുക എന്നുള്ളതാണ് വെർബായിട്ട് വരുന്നത്. എ വോൾഫ് ചെന്നായ എന്നുള്ളതാണ് ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഇനി മൂന്നാമത്തെ സെന്റൻസ് നോക്കാം. ദ ഡോഗ് റെസ്ക്യൂഡ് കിച്ചു. നായ കിച്ചുവിനെ രക്ഷിച്ചു. ഇവിടെ സബ്ജക്റ്റ് ആയിട്ട് വരുന്നത് ദ ഡോഗാണ്. രക്ഷിച്ചു എന്നുള്ളതാണ് പ്രവൃത്തി. ആരെയാണ് രക്ഷിച്ചത്? കിച്ചു, കിച്ചുവിനെയാണ് രക്ഷിച്ചത്. അതുകൊണ്ട് കിച്ചു ആണ് ഇവിടെ ഒബ്ജക്റ്റ് ആയിട്ട് വരുന്നത്. ഓർക്കുക, ഒരു സെന്റൻസ് എന്ന് പറയുന്നത് ആദ്യം സബ്ജക്റ്റ് എഴുതണം, പിന്നെ വെർബ് എഴുതണം, പിന്നെയാണ് നിങ്ങൾ ഒബ്ജക്റ്റ് എഴുതേണ്ടത്. ഇവിടെ നിങ്ങൾക്ക് 3 ചോദ്യങ്ങൾ തന്നിട്ടുണ്ട്. നമ്മൾ ഈ ഒരു വീഡിയോയിൽ ഡിസ്കസ് ആക്കിയ 3 ചോദ്യങ്ങൾ തന്നെയാണ് ഇത്. പക്ഷേ നിങ്ങൾക്ക് ഇത്രയും കാര്യങ്ങൾ നമ്മൾ പറഞ്ഞതിന് ശേഷം ഇതിൻ്റെ ഉത്തരം നിങ്ങൾക്ക് സ്വന്തമായിട്ട് കിട്ടുന്നുണ്ടോ എന്ന് നോക്കാം. ഇവിടെ നിങ്ങൾക്ക് ചോദ്യവും അതിൻ്റെ കുറച്ച് ഓപ്ഷൻസ് തന്നിട്ടുണ്ട്. തെറ്റായ ഓപ്ഷൻസും ഇതിലുണ്ട്. ഈ ഓപ്ഷനിൽ ABCയിൽ ഏതാണ് കറക്റ്റ് ആയിട്ടുള്ളതെന്ന് നിങ്ങൾ കണ്ടെത്തുക. നിങ്ങൾക്ക് ഉത്തരം കമൻ്റ് ആയിട്ട് പറയാം. എക്സാമ്പിൾ ആയിട്ട് പറയുകയാണെങ്കിൽ ഒന്നാമത്തെ ആൻസർ A ആണെങ്കിൽ 1 A എന്ന് നിങ്ങൾ കമൻ്റ് ആയിട്ട് അറിയിക്കുക. സോ നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോയിൽ എന്തെങ്കിലും ഡൗട്ട്സ് കാര്യങ്ങൾ ഉണ്ടെങ്കിൽ അതും കൂടി നിങ്ങൾ കമൻ്റായിട്ട് ചോദിക്കുക. നിങ്ങൾക്ക് നമ്മുടെ ഈ ഒരു വീഡിയോ ഇഷ്ടമായാൽ നിങ്ങൾ തീർച്ചയായും ലൈക്ക് ചെയ്യാൻ മറക്കരുത്. നമ്മുടെ ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ആക്കിയിട്ടില്ലെങ്കിൽ ഇപ്പോൾ തന്നെ സബ്സ്ക്രൈബ് ആക്കി സപ്പോർട്ടാക്കുക. സോ ദാറ്റ്സ് ഓൾ. മറ്റൊരു വീഡിയോയുമായി നമുക്ക് കാണാം. താങ്ക് യു ഫ്രണ്ട്സ്.